Hi friends, welcome to Hair Transplant Safari. Welcome to new video. വെരി ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഈ വീഡിയോ. ഞാനൊരു സബ്ജക്റ്റ് പറയാം. അതായത് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ഭയങ്കര ആഗ്രഹമാണ്. ഓക്കെ, അതേപോലെ നല്ല കാശുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്, എല്ലാം ഓക്കെയാണ്, സാഹചര്യങ്ങളെല്ലാം ഓക്കെയാണ്, ഏജും ഓക്കെയാണ് വിചാരിക്കുക. പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. ഒറ്റൊരു കാരണമാണ്. എന്തായിരിക്കും? ഡോണർ ഏരിയ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ കയ്യിൽ 1 കോടി രൂപ ഉണ്ടെങ്കിലും ഡോണർ ഏരിയ എന്നൊരു സംഭവം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റത്തില്ല, സക്സസ് ആവില്ല. കാരണം സ്വന്തം ഗ്രാഫ്റ്റുകൾ എടുക്കാനേ പറ്റുള്ളൂ. സ്വന്തം ഗ്രാഫ്റ്റുകൾ എടുത്ത് പ്ലാന്റ് ചെയ്താൽ മാത്രമേ ഹെയർ വളരുള്ളൂ. വേറൊരാളുടെ ഗ്രാഫ്റ്റ് എടുത്ത് നമ്മളെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഹെയർ വളരില്ല. അങ്ങനത്തെ ടെക്നോളജി ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതേപോലെ തന്നെ എക്സാമ്പിൾ, ഇപ്പം പല ആൾക്കാരും താടിയും ചെസ്റ്റൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതിൽ സെക്കൻഡ് ക്വാളിറ്റിയാണ്. ഫസ്റ്റ് എപ്പോഴും പ്രിഫറൻസ് കൊടുക്കുന്നത് നമ്മുടെ തലയുടെ പിറകുവശത്തെ ഗ്രാഫ്റ്റ് ക്വാളിറ്റിക്കാണ്. സോ ഇങ്ങനത്തെ കേസുകൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? കുറേ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചിഹ്നമായിട്ട് നിൽക്കുന്നൊരു സംഭവമാണിത്. കാരണം ഡോണർ ഏരിയ ഇല്ലാത്ത വ്യക്തികൾ എങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക? കുറേ ആൾക്കാർ അങ്ങനെ ആ ഒരു ടെൻഷൻ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾക്കൊരു ആക്ടർ അനീഷ് രവിക്ക് ഇതേ പ്രോബ്ലം ഉണ്ടായിരുന്നു. പല ക്ലിനിക്കുകൾ അദ്ദേഹത്തിന് റിജക്റ്റ് ചെയ്തതാണ്. അദ്ദേഹം എന്നെ വിളിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഡോണർ ഏരിയ വീക്കായിരുന്നു. ഒരു 6 മാസം അദ്ദേഹത്തിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഡോണർ ഏരിയ ഡെവലപ്പ് ചെയ്ത ശേഷമാണ് അദ്ദേഹത്തിന് ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. ഇപ്പോൾ ഏകദേശം റിസൾട്ട് കിട്ടി. സെക്കൻഡ് ട്രാൻസ്പ്ലാന്റ് അദ്ദേഹം ചെയ്തിട്ട് സെക്കൻഡ് ക്രൗൺ ഏരിയ ചെയ്തിരിക്കുകയാണ്. ഭേദപ്പെട്ട റിസൾട്ട് ക്രൗൺ ഏരിയ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്ന കേസ്, ഇദ്ദേഹം ഒരു പോലീസുകാരനാണ്. സോ ഞാൻ അതിൻ്റെ ഫേസ് ഒന്നും കാണിക്കുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കാണിക്കും. ഡോണർ ഏരിയ ഫോട്ടോ ഞാൻ കാണിക്കും. എന്നെ കോൺടാക്റ്റും ഇങ്ങനെ ഉണ്ടായിരുന്നു. ഭയങ്കരമായി വീക്ക് ഡോണർ, ഭയങ്കര ആഗ്രഹം ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന്. അദ്ദേഹം കൺസൾട്ട് ചെയ്തത് കോഴിക്കോട് ക്ലിനിക്കിലാണ്. ഞാൻ സർജറി ചെയ്ത സെയിം കോഴിക്കോട് ക്ലിനിക്കിൽ അദ്ദേഹം കൺസൾട്ടേഷൻ പോയത്. ഡോക്ടേഴ്സ് പറഞ്ഞു ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇതിന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ മെഡിസിൻസും ട്രീറ്റ്മെൻറ്റും രണ്ടും കോമ്പിനേഷനായിട്ട് ചെയ്യാം. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ വേറെ കാര്യം, ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മെഡിസിൻസ് ഓരോ ആൾക്കാർക്കും വ്യത്യാസം ഉണ്ടാവും. ഇപ്പം എൻ്റെ അടുത്ത് ഡയറക്റ്റ് ഏതാ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് ഓരോ ആൾക്കാരുടെ ക്വാളിറ്റി, ഗ്രാഫ്റ്റിൻ്റെ ക്വാളിറ്റിയും അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് പറയുക. അങ്ങനെ ഇദ്ദേഹം ഒരു വെറും 3-3.5 മാസം മാത്രമേ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് 3 മാസം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡോണർ ഏരിയയിൽ വന്ന മാറ്റം ഞാൻ ജസ്റ്റ് കാണിക്കാം. ഇത് ബിഫോർ ഡോണർ ഏരിയ ആണ്, ഇത് ഇപ്പോഴത്തെ ഡോണർ ഏരിയ ആണ്. സീ ദ ചേഞ്ച്. ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാരണവശാലും പുതിയൊരു ഗ്രാഫ്റ്റ് ഉണ്ടായതല്ല. ഒരു കാരണം നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. കാരണം പുതിയൊരു ഗ്രാഫ്റ്റ് ഉണ്ടായി കിളുത്ത് വന്നതല്ല. ഓൾറെഡി ഉണ്ടായ മുടികളുടെ തിക്നെസ് കൂടി, അതിൻ്റെ ടെക്സ്ചർ മാറി, എല്ലാം കൂടി. അതുകൊണ്ട് കുറച്ചുകൂടി മുടികൾ വളർന്നു വന്നു. എങ്ങനെ വന്നു വെച്ചാൽ, ഓൾറെഡി ഉള്ള മുടികളുടെ ക്വാളിറ്റി മാറി. അത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. പല ഹെയറുകളും വളരെ കുഞ്ഞു മുടികളും, അതായത് അതിനൊരു എനർജി ഇല്ലാത്തൊരു സംഭവമായി, ഒന്നുമില്ല. അപ്പോൾ നമ്മളൊരു വളം വെച്ച പോലെയാണ്. കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തപ്പോൾ അതൊക്കെ ഒരു വളർന്നു വന്നു. സോ ഇപ്പോൾ അദ്ദേഹത്തിന് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലെത്തി. ഇങ്ങനത്തെ നിരവധി കേസുകളുണ്ട്. ഇത് ജസ്റ്റ് ഒരു കേസ് മാത്രമാണ്. എനിക്ക് ഒരുപാട് കേസുകൾ അറിയാം, ഇങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത കേസുകളും അറിയാം. സോ ഇദ്ദേഹത്തിൻ്റെ ഏകദേശം ഞാൻ ഫീസ് കാണിക്കുന്നില്ല, നോക്കിയാൽ ഒരു ഈ ഏരിയയിൽ നിന്ന് ബാക്കി എല്ലാ ഏരിയയും കവറായി. എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഏകദേശം ഒരു 60-70% ഏരിയ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ എന്ന് വെച്ചാൽ, തലയുടെ പിറകുവശത്തിന് ഗ്രാഫ്റ്റ് എടുക്കുക, താടിയിൽ നിന്ന് കുറച്ച് എടുക്കുക, ഫ്രണ്ടിൽ ആദ്യം ചെയ്യുക, ക്രൗൺ ഏരിയ ബാക്കി ഫില്ല് ചെയ്യുക. ഇങ്ങനത്തെ കണ്ടീഷൻ അത് ചെയ്യാൻ പറ്റും. വലിയ തിക്നെസ് അല്ല എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കഷണ്ടി മാറിക്കിട്ടും. സോ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ ചിലപ്പോൾ 3 months എടുക്കാം, ചിലപ്പോൾ 6 months എടുക്കാം, ചിലപ്പോൾ 1 year എടുക്കാം. പല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. സോ ഇത് ഒരു അത്ഭുതകരമായൊരു മാറ്റമാണ്. കുറേ ആൾക്കാർ ഈ ഒരു പോസ്റ്റർ ഞാൻ ഇട്ട സമയത്ത് എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. എന്നാൽ ഇദ്ദേഹം ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തില്ല, ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതേപോലെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ആൾക്കാർ കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, അവരുടെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. സോ ഈ വീഡിയോയെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാം. ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ഫേസ്ബുക്ക് പേജുണ്ട്, അതേപോലെ യൂട്യൂബ് പേജുണ്ട്. അതേപോലെ തന്നെ ഞാൻ എൻ്റെ ചാനലിൽ മൺസൂൺ സീരീസ് എന്നൊരു പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 100 റിസൾട്ടാണ്, ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കിട്ടിയ 100 റിസൾട്ടാണ്. ഇപ്പോൾ ഏകദേശം 10 റിസൾട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു സീരീസ് വാച്ച് ചെയ്യുക. ഡിഫറെൻറ്റ് കിഡിലെ റിസൾട്ടുകൾ വരാൻ പോവുകയാണ്. ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ ആദ്യം ഫ്രീഡം സീരീസിൽ ചെയ്ത റിസൾട്ട്സ് ആയിരിക്കില്ല, ഡിഫറെൻ്റ് ആയ റിസൾട്ട് ആയിരിക്കും. സോ നിങ്ങൾ കഷണ്ടിക്കാരായ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വലിയൊരു കമൻറ്റ് രേഖപ്പെടുത്തുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ കം ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ വെരി സൂൺ. ബൈ.